വർഷങ്ങൾക്ക് മുമ്പ് യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മറക്കാതെ കയ്യിൽ കരുതുന്ന ഒന്നായിരുന്നു പൊതിച്ചോർ. കാരണം അന്ന് യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. യാത്രക്കിടയിൽ ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതയും കുറവായിരുന്നു. ഇന്നത് മാറിയിരിക്കുന്നു. യാത്രയുടെ ഏത് ഘട്ടത്തിലും ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതിച്ചോർ എന്നത് ഹോട്ടലിലെ ഒരു ഐറ്റം മാത്രമായി മാറിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷകൻ 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് ശിഷ്യന്മാർ യാത്രയിൽ അപ്പം എടുക്കാൻ മറന്നുപോയതിനെക്കുറിച്ചാണ്. അടുത്ത വരിയായി സുവിശേഷകൻ പറയുന്നത് വഞ്ചിയിൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. എത്ര മനോഹരമായിട്ടാണ് സുവിശേഷകൻ ദിവ്യകാരുണ്യമായ ക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്നത്. യാത്രയിൽ ശിഷ്യന്മാർക്ക് ഭൗതികമായ അപ്പമില്ല, അത് അവർ മറന്നിരിക്കുന്നു. എന്നാൽ വള്ളത്തിൽ ക്രിസ്തുവുണ്ട്. അതായത് അവരുടെ പക്കൽ അപ്പമുണ്ട്, അവരുടെ പക്കൽ ദിവ്യകാരുണ്യമുണ്ട്. വള്ളം അത് തിരുസഭയെ സൂചിപ്പിക്കുന്നതാണ്. വള്ളത്തിലുള്ള ഒരപ്പം ദിവ്യകാരുണ്യമായ ക്രിസ്തുവാണ്. വള്ളത്തിലെ യാത്രക്കാരായ തിരുസഭാ തനയർക്ക് ജീവൻ നൽകുന്നത് ദിവ്യകാരുണ്യമാണ് എന്നുള്ള അഗാധമായ സത്യം എത്ര ലളിതമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ടും ശിഷ്യന്മാർക്കത് മനസ്സിലാകുന്നില്ല. അവർ അപ്പം എടുക്കാൻ മറന്നതിനെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. എൻ്റെ ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി ദിവ്യകാരുണ്യമായ ക്രിസ്തു എന്നും കൂടെയുണ്ട്. എന്നിട്ടും എൻ്റെ പരാതിയും ചിന്തയും മുഴുവൻ ലോകം നൽകുന്ന അപ്പത്തെക്കുറിച്ചാണോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.